ഇന്ന് അമാവാസിയാണ്. നാഗരാജാവ് പറഞ്ഞതുപോലെ നാഗമാണിക്യത്തിന് വിശേഷ ശക്തി ലഭിക്കും. ഇന്ന് തന്നെ അത് കൊണ്ടുപോയി നാഗരാജാവിനെ രക്ഷിച്ചേ മതിയാകൂ. പക്ഷേ സ്വാമി ഇന്ന് തന്നെ പൂജ നടത്തണമെന്ന് പറഞ്ഞു. നടക്കട്ടെ, അദ്ദേഹം പൂജ ചെയ്യട്ടെ. ഞാൻ വേഗം തക്ഷകവനത്തിൽ പോയിട്ട് വരാം. ഏട്ടാ, ഏട്ടൻ എങ്ങോട്ടാ പോകുന്നത്? അദ്ദേഹം പൂജ തുടങ്ങട്ടെ, ഞാനിപ്പോ വന്നേക്കാം. പൂജാ സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു. അതൊക്കെ വാങ്ങാനായിട്ട് ഇവിടെ ആളുണ്ടല്ലോ. ഏട്ടൻ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വാ. വാ. വിഷ്ണു, വീട്ടിലെ മൂത്ത മകനാണ് നീ. നിന്നെ സങ്കല്പമാക്കിയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. നീ വന്നില്ലെങ്കിൽ അത് സാധ്യമല്ല. പെട്ടെന്ന് വന്നോളൂ. കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണിത്. അതിങ്ങനെ മാറ്റിവെക്കാൻ പാടില്ല. വേഗം തന്നെ വരാനല്ലേ പറഞ്ഞത്? രുദ്ര, വരുന്നു സ്വാമി. കേട്ടല്ലോ, സ്വാമി ചേട്ടന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുക. ഏട്ടനിപ്പോ എങ്ങോട്ടും പോണ്ട. വാ, ആദ്യം ഇവിടുത്തെ പൂജ നടക്കട്ടെ. വാ ഏട്ടാ. വിഷ്ണു, ഇരുന്നോ? എങ്ങോട്ടാണെന്ന് ചോദിക്കരുത് ചെറിയമ്മേ. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ചിലപ്പോ നടന്നില്ലെന്ന് വരും. ദയവ് ചെയ്ത് തിരികെ വരൂ അനന്യ. ഇപ്പൊ അതിനുള്ള സമയമല്ല. നീ ചെയ്യണമെന്ന് തീരുമാനിച്ച കാര്യമൊന്നും എന്തായാലും നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം തെറ്റൊന്നും അല്ല. ഞാൻ എന്തിനു മടങ്ങി വരണം? എന്നിൽ നിന്നും എന്റെ അച്ഛനെ അമ്മയെ അകറ്റിയവരെ ഞാൻ എന്തിനു വെറുതെ വിടണം? അവരെ വധിക്കാതെ ഞാൻ ഇനി തിരികെ വരില്ല. നിന്റെ അച്ഛനെ അമ്മയെ നിന്നിൽ നിന്നും അകറ്റിയവർക്ക് ചുറ്റും ഇപ്പോൾ ഒരു സുരക്ഷാ കവചമുണ്ട്. ആ ദുഷ്ടന്മാരെല്ലാം ഇപ്പോൾ സുരക്ഷിതരാണ്. ഇന്ന് അമാവാസി ദിവസമാണ്. നാഗമാണിക്യം അവരുടെ വീട്ടിലുള്ളതിനാൽ അവരെല്ലാവരും ഇപ്പോൾ അതിശക്തരാണ്. എന്ത് സംഭവിച്ചാലും ശരി, അവിടെയുള്ള നാഗമാണിക്യം എനിക്ക് വേണം. അത് കൊണ്ടുവന്ന് എന്റെ അമ്മയുടെ ജീവൻ തിരിച്ചു കൊടുക്കണം. അമ്മ തിരികെ വന്ന് ചെറിയമ്മയെ പോലെ എന്റെ കൂടെ നിൽക്കണം. എനിക്ക് എന്റെ അമ്മയെ വേണം. എന്നെ തടയരുത്. അനന്യ, ഞാൻ പറയുന്നത് കേൾക്കൂ. നിനക്ക് മാർഗങ്ങൾ ഉള്ളതുപോലെ അവർക്കും ധാരാളം മാർഗങ്ങളുണ്ട്. നിന്നെ ഞാൻ തടയുകയല്ല. നിനക്ക് എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള ഭയമാണ് എനിക്ക്. നിനക്കൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ചെറിയമ്മയുടെ സ്നേഹം എനിക്ക് മനസ്സിലാവും. എന്റെ മനസ്സിന്റെ വേദനയും ചെറിയമ്മ മനസ്സിലാക്കണം. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. മുൻപോട്ട് വച്ച കാല് പിന്നോട്ടില്ല, അത്രയുള്ളൂ. ജയ് മഹാകാള, ജയ് മഹാകാള, ജയ് മഹാകാള. जय महाकाला। फट स्वाहा। ओम अग्निये स्वाहा। ओम पंचभूताय स्वाहा। जय महाकाला।
ഓം മഹാദേവായ സ്വാഹ. ഓം ദേവദേവായ സ്വാഹ. ഇപ്പൊ എന്തെങ്കിലും പ്രകാശം കണ്ടോ? പ്രകാശം വന്നില്ലേ? വന്നില്ലേ പ്രകാശം? ആ വന്നില്ലേ? സ്വാമി, എന്ത് പ്രകാശം? ഞങ്ങളാരും കണ്ടില്ലല്ലോ. ഇത് നാഗമാണിക്യത്തിന്റെ പ്രകാശമാണ്. ആ ദുഷ്ടന്മാർ ഈ അമാവാസി നാളിൽ അതിനെ ഉപയോഗിക്കണമെങ്കിൽ നാഗമാണിക്യത്തിന്റെ മൂല്യം അവർക്ക് അറിയാമെന്നർത്ഥം. എന്താ ഇത്? ശരീരത്തിന് ആകെ ഒരു ഉന്മേഷം പോലെ. ഇത് നാഗമാണിക്യത്തിന്റെ ശക്തിയാണോ? പ്രത്യക്ഷപ്പെട്ടത് സാധാരണ പ്രകാശമല്ല, അത്ഭുത പ്രകാശമാണത്. വിശിഷ്ടമായ പ്രകാശമാണ്. അതൊരു ദൈവിക പ്രകാശമാണ്. എന്റെ പൂജക്കിടയിൽ ആ പ്രകാശം എവിടെ നിന്ന് വന്നു? അതെങ്ങനെ സാധ്യമാകും? വിഷ്ണു, വിഷ്ണു എവിടെ? എവിടെ വിഷ്ണു? എവിടെ വിഷ്ണു? അതെ, വിഷ്ണു എവിടെ? ഇവിടല്ലേ ഇരുന്നത്? എവിടെ പോയി? നമ്മളെല്ലാം കണ്ണടച്ച് ധ്യാനത്തിലായിരുന്നല്ലോ. ചിലപ്പോ പുറത്തേക്ക് പോയതായിരിക്കും. ഞാൻ നോക്കിയിട്ട് വരാം. വേണ്ട, വിഷ്ണുവിനെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരാം. ജയ് മഹാകാള. ഹോമത്തിനിടയ്ക്ക് എഴുന്നേറ്റ് പോകരുതെന്ന് പറഞ്ഞിരുന്നതല്ലേ? പിന്നെന്തിനു പോയി? അത് തെറ്റല്ലേ? നീ എവിടെ പോയിരുന്നു? സ്വാമി, ഹോമകുണ്ടത്തിലെ പുകയേറ്റ് കണ്ണിന് നല്ല നീറ്റലുണ്ടായി. അതുകൊണ്ട് ഞാൻ കർച്ചീഫ് എടുക്കാൻ വേണ്ടി പോയതാ. ശരി, എന്നാ പിന്നെ ഹോമം നമുക്ക് തുടർന്നാലോ? ശരി സ്വാമി, വരൂ. ഇവൻ എന്തിനാണ് ഇടയ്ക്ക് എഴുന്നേറ്റ് പോയത്? ഇവൻ എഴുന്നേറ്റ് ഇവിടെ വന്നതിനും ആ പ്രകാശം എന്റെ കണ്ണിൽ പതിഞ്ഞതിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവൻ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നോ?
ഇവന്റെ കൈവശം എന്തോ രഹസ്യമുണ്ട്. വിഷ്ണു, ഈ ഭൈരവനിൽ നിന്ന് ഒരുപാട് കാലം ഒന്നും മറയ്ക്കാൻ കഴിയില്ല. ആ ദുഷ്ടന്മാർ നാഗമാണിക്യത്തിന്റെ ശക്തി അവരുടെ ആഗ്രഹങ്ങൾക്ക് ഉപയോഗിക്കും. ആ ദുഷ്ടന്മാരെ ഞാൻ വെറുതെ വിടില്ല. മുന്നിൽ 3 വഴികളുണ്ട്. ഈ 3 വഴികളിൽ ഏതിൽ കൂടി സഞ്ചരിച്ചാലാണ് എനിക്ക് നാഗമാണിക്യം ലഭിക്കുക? ഏത് വഴി ഞാൻ തെരഞ്ഞെടുക്കണം? ഭഗവാനെ, ഏത് വഴിയിൽ കൂടി പോയാൽ എന്റെ ശത്രുവിനെ കാണാൻ സാധിക്കും? നാഗമാണിക്യം നേടി എനിക്ക് എന്റെ അമ്മയെ രക്ഷിക്കണം. ഈ അമാവാസി നാളിൽ മാത്രമേ നാഗമാണിക്യം കൊണ്ട് എന്റെ അമ്മയെ രക്ഷിക്കാൻ എനിക്കാവൂ. ഇന്നിത് സംഭവിച്ചില്ലെങ്കിൽ 1 വർഷം ഞാൻ കാത്തിരിക്കണം. നാഗലോകവാസികളായ ഞങ്ങൾക്ക് ഈ അമാവാസി വളരെ വിശേഷപ്പെട്ടതാണ്. ഞാൻ പോകേണ്ട വഴി, എനിക്ക് തിരഞ്ഞെടുക്കേണ്ട വഴി എനിക്ക് കാട്ടിത്തരൂ. എന്റെ അച്ഛനും അമ്മയും അങ്ങേ പൂജിച്ചത് സത്യമാണെങ്കിൽ കാട്ടിത്തരൂ. അവർ ചെയ്ത പൂജകൾക്കുള്ള ഫലം തരൂ. എനിക്ക് വഴി കാട്ടിത്തരൂ. ശത്രുക്കളുടെ വീട്, അമ്മ മനസ്സുകൊണ്ട് പൂജിച്ച ശിവഭഗവാൻ എനിക്ക് കാട്ടിത്തന്ന വീട്. എന്തു വന്നാലും ശരി, നാഗമാണിക്യം എനിക്ക് സ്വന്തമാകണം. ഈ രാത്രി അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ അമ്മയ്ക്ക് നാഗമാണിക്യം കൊണ്ട് ജീവൻ തിരിച്ചു കൊടുക്കണം. ഞാൻ വിശ്വസിച്ച ഈശ്വരൻ കാണിച്ച വഴിയിലൂടെ വന്നതുകൊണ്ട് ഞാൻ പരാജയപ്പെടില്ല. ഇന്ന് ആ ദുഷ്ടന്മാരെ എനിക്ക് വധിച്ചേ മതിയാകൂ. നിങ്ങളെല്ലാവരും എന്ത് കണ്ടിട്ടാ വെറുതെ ഇങ്ങനെ ഭയക്കുന്നേ? നമ്മുടെ ഭയമാണ് ഏറ്റവും വലിയ ശത്രു. എടാ, നിനക്ക് മനസ്സിലാകുന്നില്ലേ? നിന്നാലും ഇരുന്നാലും നോക്കിയാലും ചുറ്റും പാമ്പുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാ ഞാൻ അന്നേ പറഞ്ഞത്, സ്വാമി പൂജ ചെയ്തു തന്ന രക്ഷ നിങ്ങൾ ധരിക്കണമെന്ന്. ആ രക്ഷ ധരിച്ചാൽ? ആ രക്ഷ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ നാഗറാണിയുടെ ആക്രമണം നമ്മളെ ഒരിക്കലും ബാധിക്കില്ലെന്ന് നിങ്ങൾക്കന്ന് അറിയില്ലായിരുന്നു. നീ നോക്ക്, നാഗറാണിയുടെ കോപവും പകയും 12 വർഷത്തോളം ഉണ്ടാവും. ആ 12 വർഷക്കാലം നമ്മൾ അവളിൽ നിന്നും നമ്മളെ രക്ഷിക്കണം. അതിനുശേഷം അതിനുശേഷം എന്ത് സംഭവിക്കാനാ? ഈ കാലഘട്ടത്തിനുള്ളിൽ അവരുടെ പക തീർക്കാനാവാതെ പോയാൽ സർപ്പങ്ങൾ സ്വയം തലതല്ലി അവരുടെ ജീവൻ തന്നെ അവസാനിപ്പിക്കും. അതിനുവേണ്ടിയാ ഞാൻ പറഞ്ഞേ നിങ്ങളോട് ഈ രക്ഷ ധരിക്കാൻ. ഇതൊരിക്കലും 12 വർഷത്തേക്ക് അഴിക്കാനേ പാടില്ല.
പൂജയും ഹോമവും എല്ലാം അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിന് പൂർണ്ണ സുരക്ഷയും ലഭിച്ചിരിക്കുന്നു. ഇനിയും ചില ശക്തികളെ കൂടി എനിക്ക് വശത്താക്കാനുണ്ട്. അത് ഞാൻ എന്റെ മന്ത്രക്കളത്ത് വെച്ച് ചെയ്തോളാം. അതിന് നിങ്ങളുടെ ആവശ്യം എനിക്കില്ല. ഹേമാവതി അമ്മേ, ഈ വിളക്ക് നാളെ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് വരെ തെളിഞ്ഞുകൊണ്ടേയിരിക്കണം. യാതൊരു കാരണവശാലും ഇത് അണയരുത്. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഈ കാര്യം വേലക്കാരെയോ മറ്റാരെയും നിങ്ങൾ ഏൽപ്പിക്കരുത്. അതാണ് ഏറ്റവും പ്രധാനം. ശരി സ്വാമി, ഞാൻ ശ്രദ്ധിച്ചോളാം. ഈ താലത്തിന് ഞാൻ പൂജിച്ച ഫലങ്ങളാണുള്ളത്. ഇന്ന് രാത്രി ഈ ഭവനത്തിലുള്ളവർ ഉറങ്ങുന്നതിന് മുമ്പ് ഈ മന്ത്രിച്ച ഫലങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഓരോരുത്തരും എടുത്തിരിക്കണം. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇത് തലയിണയ്ക്കടിയിൽ വെച്ച് ഉറങ്ങണം. ശ്രദ്ധിച്ചോളൂ, യാതൊരു കാരണവശാലും ഇന്ന് രാത്രി ഈ വീട്ടിലുള്ളവർ പുറത്തിറങ്ങരുത്. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഒരു കാരണവശാലും എന്റെ വാക്ക് ധിക്കരിക്കരുത്. ഈ വീടിന്റെ കാരണവരായ നിങ്ങൾ ഞാൻ പറഞ്ഞതെന്താണോ അതനുസരിച്ചേ പറ്റൂ. ശരി സ്വാമി, ഇതല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിന് വേറെ പ്രശ്നമില്ലല്ലോ? ഇല്ലമ്മേ, ഒരു പ്രശ്നവുമില്ല. ഞാനുണ്ടല്ലോ, എന്നെ വിശ്വസിക്കോ? സ്വാമി, ഞങ്ങളുടെ കുടുംബത്തിന് എന്തു പറ്റി? ഏത് ദുഷ്ടശക്തിയാ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? അത്തരം ചിന്തകളൊക്കെ അമ്മ മറന്നേക്കോ? തക്ഷക വനത്തിൽ വെച്ച് നിങ്ങളുടെ മക്കളുടെ കൈകൊണ്ട് ഒരു തെറ്റ് സംഭവിച്ചു. എന്താ? തക്ഷക വനത്തിൽ എന്റെ മക്കളെ കൊണ്ട് തെറ്റ് സംഭവിച്ചെന്നോ? എന്റെ മക്കൾ അങ്ങനെ എന്ത് തെറ്റ് ചെയ്തത്? അയ്യോ, അവിടെ പോകരുതെന്ന് ഞാൻ പറഞ്ഞതാ. വിഷ്ണു, രുദ്ര. കോട്ടയമ്മേ, അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാ. ഇനി ആ കാര്യങ്ങളെക്കുറിച്ച് ഈ വീട്ടിൽ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാൻ വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആരും ശ്രമിക്കരുത്. അത് ശ്രദ്ധിക്കണം. സംഭവിക്കേണ്ടത് സംഭവിച്ചോ. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് രാത്രി ആരും ഈ ഭവനത്തിന് പുറത്തിറങ്ങാൻ പാടില്ല. മനസ്സിലായോ? രുദ്ര, എന്നോടൊപ്പം വാ. സ്വാമി, എന്നെ എന്താ തനിച്ച് കാണണമെന്ന് പറഞ്ഞത്? അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? രുദ്ര, ഈ ഭവനത്തിനൊരു ദോഷമുണ്ട്. അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. സ്വാമി, ഈ വീടിന് അങ്ങയുടെ അനുഗ്രഹമുണ്ട്. കൂടാതെ ഈ വീടിന് അങ്ങ് സംരക്ഷണവും നൽകിയിട്ടുണ്ട്. അതും പോരാതെ അങ്ങ് ജപിച്ചു തന്ന മന്ത്രനാരങ്ങയുണ്ട്. എന്നാൽ ഇപ്പോ അങ്ങയുടെ ശക്തി അങ്ങനെ സംശയിച്ചാൽ? സാഹചര്യം അതാണ് രുദ്ര. എന്റെ അനുഗ്രഹവും മന്ത്രശക്തിയും എല്ലാം നിങ്ങളോടൊപ്പമുണ്ട്. പക്ഷേ ഗ്രഹനില ശരിയല്ലെങ്കിൽ ഭഗവാന് പോലും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. എനിക്ക് ഉറപ്പാണ് രുദ്ര, ആ നാഗകന്യക ഈ ഭവനത്തിന്റെ പരിസരത്ത് തന്നെയുണ്ട്.
അതെങ്ങനെ സാധിക്കും സ്വാമി? സ്വാമി തന്ന രക്ഷ കൊണ്ട് അന്ന് നാഗറാണിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല.